ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പൊങ്കൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് രണ്ട് തരത്തിലുണ്ടാക്കാം കേട്ടോ, മധുരമുള്ളതും എരിവുള്ളതും. ഞാനിന്ന് മധുരമുള്ള പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പൊങ്കൽ ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. പൊങ്കലിനെ കുറിച്ച് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോന്നായിട്ട് പറഞ്ഞു തരാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. പച്ചരി 1 കപ്പ്, ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, ശർക്കര 1/2 കപ്പ്, നെയ്യ് 2 ടേബിൾ സ്പൂൺ, വെള്ളം ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, ഏലക്ക 2, പാല് 1 കപ്പ്, കശുവണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, ഉണക്കമുന്തിരി ആവശ്യത്തിന്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പരിപ്പ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ, അതിൻ്റെ കളറൊന്നും മാറരുത്. തീ കുറച്ചിട്ടിട്ട് വേണം ഇത് ചൂടാക്കാൻ. പരിപ്പ് ചൂടായ ചെറിയ മണം വരുമ്പോൾ നമുക്കിത് എടുക്കാം. പൊങ്കൽ എന്ന് പറയുന്നത് ഒരു തമിഴ് ഫെസ്റ്റിവലാണ്, കർഷകരുടെ ഒരു ഫെസ്റ്റിവലാണെന്ന് തന്നെ പറയാം. സൂര്യഭഗവാനോട് നന്ദി സൂചകമായിട്ടാണ് അവർ ഈ പൊങ്കൽ ആഘോഷിക്കുന്നത്. ഇതൊരു 4 ദിവസത്തെ ആഘോഷമാണ് കേട്ടോ. തമിഴിലെ തൈ മാസത്തിലാണ് അവരിത് ആഘോഷിക്കുന്നത്. സാധാരണ ജനുവരി 14 തൊട്ട് 17 വരെയാണ് ഈ ആഘോഷം. കർഷകർ വിത്തിട്ട് വിളയിച്ചെടുത്ത അരിയും പരിപ്പും കൂടി പുതിയ മൺകലത്തിലിട്ട് തിളപ്പിച്ചാണ് ഈ പൊങ്കൽ എന്ന് പറയുന്ന ഡിഷ് ഉണ്ടാക്കുന്നത്. സൂര്യഭഗവാനോട് നന്ദി പറയുവാനായതുകൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ പോയി നോക്കിയാൽ അവരത് വീടിന് വെളിയിൽ അടുപ്പ് കൂട്ടിയിട്ട് അവിടെ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് അവരെല്ലാം കൂടി പൊങ്കലോ പൊങ്കൽ എന്ന് ഉച്ചത്തിൽ വിളിക്കാറുണ്ട് കേട്ടോ. പൊങ്കൽ ദിവസത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ടും ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നതുമായ ഒരു ഫുഡ് ആയതുകൊണ്ടും ഇതിന് പൊങ്കൽ എന്നാണ് പറയാറുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പരിപ്പും അരിയും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിന്ന് കുക്കറിലാണ് പൊങ്കൽ ഉണ്ടാക്കുന്നത്. ഞാൻ പരിപ്പും അരിയും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ടംബ്ലറിനാണ് അരിയും പരിപ്പും അളന്നെടുത്തിരുന്നത്. അപ്പോൾ ഈ ടംബ്ലറിന് തന്നെ നമുക്ക് 4 ടംബ്ലർ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊങ്കൽ എന്ന് പറയുന്നത് നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരല്പം വെള്ളം കൂടുതൽ ചേർത്ത് വേണം ഇത് വേവിക്കാൻ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ശർക്കര ഉപ്പുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ കുക്കർ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ആവി വരുമ്പോൾ വെയിറ്റ് ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ സ്റ്റൗവിലെ തീ വളരെ കുറച്ചിടണേ. ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ മൂടിയുടെ മുകൾ ഭാഗത്തെല്ലാം തിളച്ച് തൂങ്ങുന്നത്. ഇനി ഇത് നമുക്ക് 15 മിനിറ്റത്തേക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നമ്മുടെ പൊങ്കലിനുള്ള അരിയും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് വെച്ചിട്ട് ശർക്കര ഉരുക്കി ഇതിലേക്ക് ഒഴിക്കണം. ഞാനിവിടെ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടംബ്ലർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനി പൊങ്കലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് പൊങ്കലിലേക്ക് അരിച്ചൊഴിക്കാം. നിങ്ങൾ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കിയുള്ളതെല്ലാം അളന്നെടുക്കണേ. ശർക്കര ഒഴിച്ചിട്ട് ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് പാലും കൂടി ഒഴിക്കാം കേട്ടോ. ഇത് ഞാൻ കാച്ചിയ പാലാണ് എടുത്തിരുന്നത്. ചൂടാക്കാതെ പാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണേ. പാലൊഴിച്ചൊന്ന് തിളവ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം ഞാനൊരു ചീനിച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായതും നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കാഷ്യൂ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കളറൊന്ന് മാറിയത് നമുക്കതിലേക്ക് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പൊങ്കലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുണ്ടാക്കുന്ന അരിപ്പായസമൊക്കെ അല്ലേ, അതുപോലുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനും. ഈ പൊങ്കലിന് നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.